ഹായ് ഓൾ, ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഗഡ്വാൾ കോട്ടണിൽ വരുന്ന സാരീസിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ. നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് വെയർ ചെയ്യാനും വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടും നോർമലി നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസ് ആണ് വരുന്നത്. നമുക്ക് വേഗം കളക്ഷൻസ് കാണാം. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്ന ഇതാണ്. നല്ലൊരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡിലേക്കാണ് വരുന്നത്. നമുക്ക് ഇതിന്റെ 10 കളേഴ്സ് അവൈലബിൾ ആണ്. എല്ലാം നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡ്സും ലൈറ്റ് ഷെയ്ഡും ആട്ടോ. ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് ഡാർക്ക് ചാർട്ട് ഇതിലേക്ക് വരുന്നില്ല. നല്ല ഭംഗിയുള്ള ഷെയ്ഡ്, എല്ലാ ടോണുകൾക്കൊക്കെ മാച്ച് ആവുന്ന കളർ ഷെയ്ഡ് കൊണ്ടുവരും. അതിലേക്ക് ഒരു വൈറ്റ് കളർ പ്രിന്റുകളാണ് പോകുന്നത്. വൈറ്റ് കളർ ഒരു ലീഫിന്റെ ഒക്കെ ഒരു പാറ്റേണിലുള്ള പ്രിന്റുകളാണ് പോകുന്നത്. ബോർഡർ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇതാണ് ബോർഡർ വരുന്നത്, ചെറിയൊരു ബോർഡർ. രണ്ട് സൈഡിലേക്കും സെയിം ബോർഡർ തന്നെ വരുന്നു. മെറ്റീരിയൽ പറയുവാണെങ്കിൽ ഗഡ്വാൾ കോട്ടൺ എന്നതിന് പേര് പറയുന്നത്. മെറ്റീരിയൽ പറയുവാണെങ്കിൽ മിക്സ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. പ്യുവർ കോട്ടൺ ആയിരിക്കില്ല, മിക്സ് ആയിട്ട് വരുന്ന കോട്ടൺ മെറ്റീരിയലാണ്. ഇതാണ് മുന്താണി വരുന്നത്. ഇങ്ങനെ ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് വരുന്നത് പ്ലെയിൻ ആയിട്ട് ആ ഒരു ബോർഡർ മാത്രമേ വരുന്നുള്ളൂ ബ്ലൗസിലേക്ക്. സാരിയുടെ പ്രൈസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് വരുന്നത്. 495 സാരിയുടെ പ്രൈസ് വരുന്നത് കേട്ടോ. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡുകളാണ് വരുന്നത്. നമുക്ക് ഓരോന്ന് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ. നമുക്ക് വേഗം വേഗം കളേഴ്സ് കണ്ടുപോകാം, കാരണം ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഇങ്ങനെ മുന്താണി വരുന്നത് ഇതുപോലെ. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്കിഷ് പീച്ച് കളറിലേക്കാണ് കേട്ടോ. എല്ലാം കണ്ടോ, എല്ലാം നല്ല പ്ലസന്റ് ആയിട്ടുള്ള എല്ലാവർക്കും മാച്ച് ആവുന്ന ഷെയ്ഡുകളാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വിത്ത് ബോർഡറോട് കൂടിയിട്ട്. അടുത്തത് നോക്കാം. ഷെയ്ഡ് വരുന്നത് നല്ലൊരു ചിക്കു കളറാണ് കേട്ടോ. ഒരുപാടങ്ങ് ഡാർക്ക് അല്ല, നല്ല രസമുള്ള ഒരു ചിക്കു കളർ. ഇങ്ങനെയാണ് മുന്താണി ഇതുപോലെ വരുന്നു. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്, പ്ലെയിൻ ആയിട്ട് ബ്ലൗസ് പീസ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ആഷ് കളറിലേക്ക്. ഇങ്ങനെയാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ. രണ്ട് പാറ്റേണിൽ വരുന്ന പ്രിന്റുകൾ ഇതുപോലെ മുന്താണിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു വിത്ത് ബോർഡറോട് കൂടിയിട്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് കേട്ടോ. എല്ലാം നല്ല 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 ഷെയ്ഡുകളാണ്. ഇതൊക്കെ കണ്ടത്. ഇതിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമ്മാ ഒരു വൈറ്റ് ബ്ലൗസ് ഒക്കെ ഇട്ട് വേണമെങ്കിലും വെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്, പ്ലെയിൻ ആയിട്ട് ബ്ലൗസ് പീസ് വരുന്നു. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്ന ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്ക് തന്നെയാണ് കേട്ടോ. എല്ലാം ലൈറ്റ് ഷെയ്ഡാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ഇങ്ങനെ വരുന്നു. മുന്താണി വരുന്നത് ഇങ്ങനെ. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വരുന്നു. അടുത്തത് നോക്കാം. അടുത്തത് നല്ലൊരു അക്വാ ബ്ലൂ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെ. ബോഡി ഇങ്ങനെ. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബേജ് കളർ. ഇങ്ങനെ മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് പ്ലെയിൻ വിത്ത് ബോർഡർ വരുന്നു. അടുത്തത് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു അക്വാ ഗ്രീൻ ഷെയ്ഡിലേക്കാണ് കേട്ടോ. എങ്ങനെയാണ് ബോഡിയിലെ പ്രിന്റുകൾ വരുന്നത്. ചെറിയൊരു ബോർഡർ രണ്ട് സൈഡിലേക്കും വരുന്നു. മുന്താണിയിലെ പ്രിന്റുകൾ വരുന്നു കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള പ്രിന്റുകൾ ഇതുപോലെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് ഇതുപോലെ. ബോഡി പ്ലെയിൻ ആയിട്ട് സാരിയിൽ വരുന്ന സെയിം ബോർഡർ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. സാരിയുടെ പ്രൈസ് വരുന്നത് 495. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മളിന്ന് കണ്ട സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റംസ് നമുക്ക് ഡിസ്പ്ലേയിൽ 3 നമ്പേഴ്സ് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം. അതുപോലെ ഇനി ആർക്കെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലൊരു കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. DS എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ടാവും. ആ ഒരു കോഡ് നമ്പർ ഒന്ന് തന്നാലും മതി കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന്റെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.